പദ്ധതി ഒരു കാരണവശാലും കേന്ദ്രം അനുമതി നൽകില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ ശ്രീധരൻ പറയുന്നത്. മാത്രമല്ല കേരളിന് പകരം മറ്റൊരു ബദൽ പദ്ധതി അദ്ദേഹം കേന്ദ്രവുമായി സംസാരിക്കാമെന്നും പറയുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ബദൽ ഏതാണെന്ന് പുറത്തു വിട്ടിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. അതാണ് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ പിന്നെ മെട്രോമാന് പലതരത്തിലുള്ള ഐഡിയാസും ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. ഇത് കേരളയിൽ എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയാണ്. അതെന്തായാലും നടക്കത്തില്ല. അത് പിണറായി വിജയൻ കൊണ്ടുവന്ന കാര്യമാണ്. നടക്കില്ല എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായി കഴിഞ്ഞതാണ്. കാരണം കേരളത്തിൽ അതിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭം നടന്നതാണ്. ഇപ്പോഴും ജനങ്ങൾക്ക് കേരളയിൽ നിന്ന് കേൾക്കുമ്പോൾ ദേഷ്യമാണ്. പരിസ്ഥിതി പ്രവർത്തകർ, ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ പോലും അതിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ്. പരിഷത്തുകാർ വരും, പരിഷത്തെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ആൾക്കാരാണ്. അവർ വളരെ ശക്തമായിട്ട് ഇതിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ്. കാരണം ഇത് മുമ്പോട്ട് കൊണ്ടുപോയാൽ കേരളത്തെ തകർക്കുന്നതാണ്. കേരളത്തിൻ്റെ പാരിസ്ഥിതിക കാര്യങ്ങൾ അതിനെതിരായിട്ടുള്ളതാണ്. അതുപോലെ മെട്രോമാനെ പോലുള്ളവരും മറ്റ് പരിസ്ഥിതി പ്രവർത്തകരും ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ ജനകീയ പ്രക്ഷോഭം, അത് പിണറായി വിജയന് തക്കതായ രീതിയിൽ തിരിച്ചടി കിട്ടുകയും ചെയ്തു. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ അത് നന്നായിട്ട് പ്രതിഫലിക്കുകയും ചെയ്തു. അവിടെ തൃക്കാക്കരയിൽ എന്തായാലും കോൺഗ്രസിന് അനുകൂലമായിട്ട് തന്നെ വിജയം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുപോയി. PT തോമസിനോടുള്ള ഒരു ആദരവ്, അതുപോലെ തന്നെ പിണറായി വിജയന് എതിരായിട്ട് കൂടിയാണ് അവിടെ പ്രതിഫലിച്ചതെന്നുള്ളതാണ്. അത് കേരളയിലാണ്, പ്രത്യേകിച്ച് തിരുവല്ല, കോട്ടയം ഭാഗങ്ങളിലൊക്കെ അതിശക്തമായിട്ട് കേരളയിൽ വിരുദ്ധ സമിതി ആക്ഷൻ കൗൺസിൽ വരെ രൂപീകൃതമായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം, കേരളത്തെ തകർക്കാൻ ശ്രമിച്ച കേരളയിൽ പദ്ധതിയുടെ നായകനായിട്ടുള്ള പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനം ഉയരും എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് മെട്രോമാൻ മുമ്പോട്ട് പല കാര്യങ്ങളും പലപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പദ്ധതിയെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കാം. ഇത് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. പാരിസ്ഥിതിക പ്രശ്നങ്ങളോ മറ്റ് പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്ന ഒരു പദ്ധതി തന്നെയാണ്. ഇത് മുഖ്യമന്ത്രിക്കും ഇഷ്ടപ്പെട്ടു. അദ്ദേഹവും ഇത് പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ശ്രീധരൻ പറയുന്നത്. പക്ഷേ ഇതിനി കേരളം കേന്ദ്ര സർക്കാരിനോട് പറയണം കേരളയിൽ പദ്ധതി അവസാനിപ്പിച്ചു എന്ന് കേരളം കേന്ദ്ര സർക്കാരിനോട് പറയുമ്പോഴേ ഈ ഒരു ബദൽ പദ്ധതി കേന്ദ്രത്തോട് ഈ ശ്രീധരൻ സംസാരിക്കുകയും അതിനു വേണ്ടുന്ന കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തോളൂ. അത് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു, മുഖ്യമന്ത്രി അതിനോട് യോജിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ആയിരിക്കാം. അത് ആരും തന്നെ അത് ഏത് പദ്ധതിയാണെന്നുള്ളത് പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് മെട്രോമാൻ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ, അതായത് കേരളയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ ഒരു ബദൽ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ BJP കേന്ദ്ര സർക്കാർ എന്തായാലും ഈ കേരളയിലിനെ ചേരത്തില്ല. കേരളയിൽ നിന്ന് കേൾക്കുമ്പോഴേ ജനം അതിനകത്ത് വലിയ വിയോജിപ്പും ശത്രുത മനോഭാവത്തിലാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് ഈ പദ്ധതിയെ വേറൊരു തരത്തിലേക്ക് മാറ്റും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ശ്രീധരനെ അതിനകത്ത് ഇടപെടിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇടപെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യത്തിൽ ജനങ്ങൾക്കൊരു വിശ്വാസ്യതയുണ്ട്. അദ്ദേഹം ഒരു മെട്രോമാൻ എന്നുള്ള രീതിയിലുമല്ല, ഉപരി അദ്ദേഹത്തിന് കേരളത്തിൻ്റെ പാരിസ്ഥിതിക കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ബോധവാനാണ്. അതിന് കേരളത്തെ തകർക്കാത്ത രീതിയിലുള്ള ഒരു വികസനമാണ് വേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ആളുമാണ് മെട്രോമാൻ. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ പരിസ്ഥിതിവാദികളൊക്കെ തന്നെ അദ്ദേഹത്തിന് നിലപാടിനോട് യോജിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് പിണറായിയുമായിട്ട് ചർച്ച ചെയ്തു. പിണറായി അത് സമ്മതിച്ചു. ഇനി അത് കേന്ദ്രത്തിന് സമർപ്പിക്കും. ഇപ്പോൾ ഇതുപോലെ തന്നെ കേരളത്തിൽ പറയുന്ന മറ്റ് റെയിൽ പദ്ധതികൾ ധാരാളമുണ്ട്. ശബരി റെയിൽ പറയുന്നുണ്ട്. പക്ഷേ ശബരി റെയിലിൻ്റെ ഇപ്പം മെട്രോമാൻ പറയുന്നത് അത് ശബരി എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും
അതങ്ങ് ശബരിമല വരെ എത്തുന്നില്ല. അത് പിന്നെ എരുമേലി വരെ എത്തുന്നുള്ളൂ. പിന്നെയും പോകണോ, അവിടുന്നൊരു 48-50 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ ശബരിമല പമ്പയിൽ എത്തുന്നുള്ളൂ. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ വേറൊരു പദ്ധതിയുണ്ട്. അതായത് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്ക് ഒരു ആകാശപാത കൊണ്ടുവരിക. അതായത് ചെങ്ങന്നൂർ നിന്ന് പമ്പ വരെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് തീർത്ഥാടന കാലത്ത് തിരക്കുള്ള സമയത്താണെങ്കിൽ 3 മണിക്കൂർ വരെ എടുക്കും. മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരും കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് വരുന്ന തീർത്ഥാടകരും ഇറങ്ങുന്നത് കോട്ടയം അല്ലെങ്കിൽ ചെങ്ങന്നൂരിലായിരിക്കും. ഇത് ചെങ്ങന്നൂരിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറയുന്നത് പമ്പയ്ക്ക് അവിടെ നിന്ന് KSRTC ഇങ്ങനെ തയ്യാറെടുത്തിട്ടിരിക്കുകയാണ്. അത് മാറ്റാം. അവർക്ക് അവിടെ നിന്ന് ഒരു ആകാശപാത കൊടുത്താൽ വെറും 50 മിനിറ്റ് കൊണ്ട് പമ്പയിലെത്താം. വെറും 50 മിനിറ്റ്. നോക്കണം, 50 മിനിറ്റ് മതി. ഇപ്പോൾ ഈ സമയത്ത്, സീസൺ അല്ലാത്ത സമയത്താണെങ്കിൽ 2 മണിക്കൂർ കൊണ്ടുപോകാം. തീർത്ഥാടന കാലത്ത് സീസൺ സമയത്ത് 3 മണിക്കൂർ എടുക്കും. അതിന് മുകളിൽ പോകുമെങ്കിലേ ഉള്ളൂ. ഈ ആകാശപാത വഴി പോകുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ഭൂമി ഏറ്റെടുക്കലിൻ്റെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നില്ല. ഒഴിപ്പിക്കലും വലിയ പ്രശ്നം നേരിടുന്നില്ല. പിന്നെ ഈ ഭക്തർക്ക് ഈ പമ്പയുടെ ആ ഒരു തീരത്തുകൂടി, അങ്ങനെ പമ്പാനദിയുടെ തീരത്തുകൂടി ഇങ്ങനെ റെയിൽ മാർഗം പമ്പ വരെ എത്താൻ കഴിയും. ആ ഒരു വനഭംഗി മുഴുവൻ ആസ്വദിച്ച് പോകാൻ കഴിയും. അപ്പോൾ ചിലർ ചോദിക്കും, തീർത്ഥാടന കാലം കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. തീർത്ഥാടന കാലം കഴിഞ്ഞാലും എല്ലാ മാസവും മലയാള മാസം ആദ്യത്തെ 5 ദിവസം, അതുപോലെ തന്നെ ഓണം, വിഷു ഇങ്ങനെയുള്ള അവസരങ്ങളിലും നട തുറക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിനിടയ്ക്കുള്ള ചില ഭാഗങ്ങൾ കൂടുതൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടിയാണ്. ആ തരത്തിൽ ഈ റെയിൽപാത ഉപയോഗിക്കാം എന്നാണ് മെട്രോമാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിരവധി ആശയങ്ങളും പദ്ധതികളും ഉണ്ടെന്നുള്ളതാണ്. ഈ ചെങ്ങന്നൂർ പമ്പ ആകാശപാത കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ഏതാണ്ടൊരു അംഗീകാരം ലഭിച്ച മട്ടിൽ തന്നെയാണ്. അത് മിക്കവാറും മുമ്പോട്ട് പോവുകയും ചെയ്യും. മറിച്ച് ശബരി പദ്ധതി എന്ന് പറയുന്നത് ശബരിമല വരെ എത്തുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ശബരിമലയുടെ വികസനത്തിന് ഇത്തരത്തിലുള്ള റെയിൽപാത കൂടി ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് മെട്രോമാൻ ഇത് മുമ്പോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് ഇനി നമ്മൾ ഈ കേരളയിലേക്ക് വരുമ്പോഴാണ് കേരളയിൽ എന്നുള്ള ഒരു പേരേ ഇല്ലാതാകും. അത് വേറൊരു തരത്തിൽ മുമ്പോട്ട് കൊണ്ടുവരുമെന്നുള്ളതാണ്. ഇപ്പോൾ അവർ കേരളയിൽ മുമ്പ് പിണറായി വിജയൻ പറഞ്ഞത് ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ 4 മണിക്കൂർ കൊണ്ടങ്ങ് എത്തുക എന്നുള്ളതാണ്. സമാനമായിട്ട് നിലവിലുള്ള പലയിടങ്ങളിലും പാത ഇരട്ടിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടിയാണ് മെട്രോമാൻ മുമ്പോട്ട് വയ്ക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പുതിയൊരു പാതയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിവേഗ ട്രെയിൻ, പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അന്ന് MK മുനീർ ആയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഒരു എക്സ്പ്രസ് ഇത് കൊണ്ടുവന്നതാണ്, ഹൈവേ അല്ല എക്സ്പ്രസ് ട്രെയിൻ. അന്ന് അതിനെ CPM ആണ് വളരെ അതിശക്തമായിട്ട് എതിർത്ത് ഒളിപ്പിച്ച് കൈ കൊടുത്തു എന്നുള്ളതാണ്. അവരാണ് പിന്നീട് കേരളയിൽ കൊണ്ടുവന്നെന്നുള്ളത് ഓർക്കണം. അപ്പോൾ എന്തായാലും CPM പാർട്ടിയായാലും ഗോവിന്ദൻ മാഷായാലും പിണറായാലും കർശനമായിട്ട് പറഞ്ഞിരിക്കുന്ന നമുക്കറിയാം, കേരളയിൽ വരിക തന്നെ ചെയ്യും. അല്ലെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഇത് തന്നെയാണ് കേരളയിൽ വരിക തന്നെ ചെയ്യും എന്നുള്ളൊരു കൃത്യമായിട്ട് പറയും. നമുക്ക് തന്നെ അറിയാം കേരളയിൽ പദ്ധതി, മഞ്ഞക്കുറ്റി ഒരുപാട് വിവാദമായിട്ട് പല സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചു. അത് തന്നെ ഒരുപാട് പ്രദേശങ്ങളിൽ നാട്ടുകാരുടെ ഉൾപ്പെടെ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പുമായി ശരിക്കും പാർട്ടി അത് പേടിക്കുക തന്നെ ചെയ്തിരുന്നു. ഇത്രയും ജനസമൂഹം ഒറ്റക്കെട്ടായിട്ട് അവിടെ ഒരു രാഷ്ട്രീയ ഭേദമന്യാണ് ഈ കേരളിനെ ഒരു പ്രതികൂലിച്ചത്. കാരണം അത്രയ്ക്ക് ഈ കേരളിന് എതിരാണ്, നമ്മളുടെ മലയാളികൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എതിരാണ്. പക്ഷെ എനിക്ക് പിന്നീട് ഒരു സംശയം വരുന്നത്, കേരളിനെ എടുത്തിട്ടുള്ള ഭൂമികൾ കാണും, അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതിനു വേണ്ടി ചെലവാക്കിയ കമ്മീഷനായാലും പണം ഇടപാടുകളും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ കേരളത്തിന് ഒരുപാട് നഷ്ടമല്ലേ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വാശി പിടിച്ച് എത്രയോ കോടി നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക സ്റ്റാഫിനെ നിയമിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും
ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഇന്നൊരു വിധിയും കൂടിയുണ്ട്. വസ്തുക്കൾ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത് ഇത്ര നാളുകൾക്കകം ഇതെല്ലാം തീർത്തോണം, അല്ലെന്നുണ്ടെങ്കിൽ തിരികെ കൊടുക്കാൻ പറ്റില്ല. സർക്കാരിന്റെ ഭൂമിയായിട്ട് തന്നെ അത് കണക്കാക്കും എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം സത്യം പറഞ്ഞ സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും അത്തരത്തിലായിരിക്കും.